ഹായ്. ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ജെൻ ഇസഡ് അല്ലെങ്കിൽ ജെൻ ആൽഫ, ജെൻ ബീറ്റ ഒക്കെ, അല്ലെങ്കിൽ മില്ലേനിയൽസ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മില്ലേനിയൽസ് എന്നൊക്കെ പറയുന്നത് 1981 മുതൽ 96 വരെ ജനിച്ചതും 97 മുതൽ 2012 വരെ ജനിച്ചവരെ ജെൻ ഇസഡ് എന്നാണ് വിളിക്കുന്നത്. 2013 മുതൽ 2024 വരെ ജനിച്ചവരെയാണ് ജെൻ ആൽഫ എന്ന് വിളിക്കുന്നത്. 2025 മുതൽ ജനിച്ചവരെ ജെൻ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ജനറേഷൻ്റെ വ്യത്യാസത്തിൽ പലപ്പോഴും ഇവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നമുക്കിപ്പം നമ്മുടെ ഒരു വർക്ക് പ്ലേസിൽ നോക്കുകയാണെങ്കിലും കസ്റ്റമർ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഈ ഒരു ജനറേഷൻ്റെ വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ അവരോട് പെരുമാറിയാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുള്ളി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പല വർക്ക് പ്ലേസിലും 90s കിഡ്സും ഉണ്ടാകും, ഈ ജെൻ ഇസഡിലെ കിഡ്സും ഉണ്ടാകും. അപ്പോൾ ഇവരുടെ ഒരു വർക്കിംഗ് പാറ്റേണൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും. ജെൻ ഇസഡ് കിഡ്സ് കുറച്ചുകൂടി അവരുടെ പേഴ്സണൽ ലൈഫിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി വർക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് ആ ഒരു തലമുറയുടെ പ്രത്യേകതയാണ്. നമുക്കറിയാത്ത പല വാക്കുകളും, ഇപ്പോൾ റിസ് അല്ലെങ്കിൽ പോക്കി, ഓറ പോയിൻറ്റ്സ്, തന്തവൈബ്, ഇങ്ങനെ പല വാക്കുകളും ഈ ഒരു ജനറേഷൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ 2024 മനോരമയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുകളായിട്ട് തിരഞ്ഞെടുത്തത് ഈ തന്തവൈബ് എന്ന വാക്കായിരുന്നു. 2023 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് റിസ് എന്ന് പറഞ്ഞൊരു വേർഡായിരുന്നു. റിസ് എന്ന് പറഞ്ഞൊരു കരിസ്മാറ്റിക്കിനൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ജെൻ ഇസഡ് പ്രയോഗിക്കുന്ന വാക്കുകളാണ്. അതുപോലെ പോക്കി നമുക്ക് പ്രധാനപ്പെട്ട പ്രിയമുള്ള ഒരാളെ മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ്. അപ്പം ഈ ഒരു സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഒരു കടയിലേക്ക് വരുന്ന കസ്റ്റമർ സെഗ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ താഴെയുള്ള ആളുകളായിക്കോട്ടെ, മുകളിലുള്ള ആളുകളായിക്കോട്ടെ, ഈ ഒരു ഓരോ ജനറേഷനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ ജനറേഷൻ്റെ പ്രത്യേകത അനുസരിച്ച് വേണം അവരെ ഹാൻഡിൽ ചെയ്യാനും.